നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ഒരു ആദ്യ സംരംഭമാണിത്. അപ്പോൾ ഇതിലെന്തെങ്കിലും പിശകുകളൊക്കെ വന്നാൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ആദ്യം തന്നെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. സജീവൻ അന്തിക്കാടിനെ കുറിച്ച് ഇവിടെ നാഗേഷ് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ആദ്യം എന്തുകൊണ്ടാണ് സജീവൻ ഇങ്ങനെ ഒരു സംഭാഷണത്തിന് നമുക്ക് ഈ വേദിയിൽ വരാനിടയായത് എന്നുള്ളതിടത്തേക്ക് പോകാം. ലോകപ്രശസ്തനും ഒരു ചരിത്രകാരനും ചിന്തകനും എഴുത്തുകാരനുമായിട്ടുള്ള യുവാൽ നോഹ ഹരാരി, അദ്ദേഹം ഒരു ഇസ്രായേലിയാണ്. അദ്ദേഹം ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിലെ പ്രഭാഷകനാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ ബുക്കാണ് സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നത്. ആ പുസ്തകം 20 ദശലക്ഷത്തോളം കോപ്പികൾ അതിൻ്റെ വിറ്റുപോയിട്ടുണ്ട്. ഒപ്പം തന്നെ 50 ഭാഷകളിലായി വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം എത്രത്തോളം കണ്ടൻ്റ് ഉള്ളൊരു പുസ്തകമാണ് അത് എന്നുള്ളത്. സജീവൻ അദ്ദേഹം പറഞ്ഞ പോലെ സ്വതന്ത്ര ചിന്തകനാണ്. 3 സിനിമകൾ, പ്രഭുവിൻ്റെ മക്കൾ, യുക്തിവാദവുമായി ബന്ധപ്പെട്ട ആശയമുള്ള പ്രഭുവിൻ്റെ മക്കൾ എന്ന സിനിമ, ടോൾ ഫ്രീ എന്ന സിനിമ, ലാ ടൊമാറ്റിന എന്ന 3 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉപരിയായി 13.8 ചാനലിന് വേണ്ടി യുക്തിചിന്തയും ശാസ്ത്രബോധവും വളർത്തുന്ന പ്രഭാഷണങ്ങളും അദ്ദേഹം സ്ഥിരമായി നിർവഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ സജീവൻ ഈ ഹരാരിയുടെ പുസ്തകത്തിൻ്റെ ആശയങ്ങളിലൂടെ ഒരു സഞ്ചാരം നടത്തിയതിൻ്റെ ബാക്കി പത്രമാണ് ഹോമോ സാപ്പിയൻസ് എന്ന മലയാള പുസ്തകം. അതിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പൂർവികരിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾക്ക് അതുപോലെ പ്രത്യേകിച്ച് നമ്മൾ സന്തോഷങ്ങളെക്കാൾ കൂടുതൽ ആശങ്കകളുടെ കാലമാണ്. എസ്പെഷ്യലി നാളത്തെ ഒരു ദിവസം കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും വളരെയധികം ആശങ്കയുള്ളൊരു ദിവസമാണെന്ന് അറിയാം. അപ്പം നമുക്ക് പൂർവികരെ കുറിച്ചുള്ള ഒരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ആദ്യം തുടങ്ങാം. ഹോമോ ഇറക്ടസ് എന്ന നമ്മുടെ പൂർവികർ ഏകദേശം 20 ലക്ഷത്തോളം വർഷം ഭൂമിയിൽ നിലനിന്നിരുന്നു എന്ന് ഹരാരി റെക്കോർഡായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ഹോമോ സാപ്പിയൻസ് ഇനി 1000 വർഷം കൂടിയേ നിലനിൽക്കാൻ സാധ്യതയുള്ളൂ എന്നാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ ആശങ്കാജനകമായ ഒരു കാര്യമാണത്. അപ്പം എൻ്റെ ഒരു സംശയം, ഭൂമിയിൽ പ്രകൃതിക്ക് മേലും മനുഷ്യൻ്റെ അമിതമായ അധിനിവേശം കൊണ്ടാണോ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവുന്നത്? ഹരാരി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നതെന്നാണ് സജീവന് തോന്നുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. 1000 വർഷം അത്ര കുറഞ്ഞ കാലയളവൊന്നും അല്ല. 1000 വർഷം പോരെ. ശരിക്കും ഈ ഇറക്ടക്സൊക്കെ 10-20,000 വർഷം ജീവിച്ചു എന്ന് പറയുമ്പോഴേ, അല്ല ലക്ഷം വർഷം ജീവിച്ചു എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ കാലയളവാണല്ലോ. അതുകൊണ്ടാണ് പുള്ളി ആശങ്കപ്പെടുന്നത്. 1000 വർഷം വരെ ഈ നിലയ്ക്ക് പോയാൽ മനുഷ്യർക്ക് ആയുസ്സുണ്ടാവുള്ളൂ എന്ന് പുള്ളി പറയും. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ പണി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന് വിശ്വാസികൾ പറയുമല്ലോ. ദൈവമാണ് വളരെ ഇൻ്റലിജൻ്റായിട്ട് ഇവിടെ സൃഷ്ടി നടത്തിയെന്ന ഒരു വാദം അവർക്കുണ്ട്. സത്യത്തിൽ ഇപ്പോൾ മനുഷ്യരെ ആ പണി ഏറ്റെടുത്തിരിക്കുകയാണ് പല രീതിയിലൂടെ. നമ്മുടെ ജീനുകളെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക കഴിവുള്ള മനുഷ്യരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ സക്സസ് ആവുകയാണ് ചെയ്യുന്നത്. ജനറ്റിക്, അതായത് ജനിതകത്തിൽ നമ്മൾ കയറി ഇടപെടുന്നു. ഈ എഡിറ്റിംഗ്, ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും, സയൻസ് പഠിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് പ്രാവർത്തികമാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ വേറൊരു ലെവലിലേക്ക് പോയാൽ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്നുള്ള ആശങ്ക, അതാണ് ഒരു കാരണമാണ് പറയുന്നത്. പിന്നെ ഈ സൈബോർഗുകളെ പോലെ മനുഷ്യരാവുക, അതായത് പകുതി മനുഷ്യനും പകുതി യന്ത്രവും. തലച്ചോറിലൊക്കെ ചിപ്പുകൾ പിടിപ്പിച്ച മനുഷ്യർ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇതൊരു അപകടപ്പെടുത്തുന്ന കാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമുക്ക് തന്നെ ഇവരെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെന്ന്. പിന്നെ AI, നിർമ്മിത ബുദ്ധിയുടെ പ്രത്യേകത അത് തന്നെ അതിൻ്റെ തീരുമാനങ്ങൾ അത് തന്നെ എടുക്കും. അങ്ങനൊരു കാലം വരും. അങ്ങനെ വരുമ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളുടെ ആയുസ് 1000 വർഷത്തേക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല എന്ന് പുള്ളി പറയുന്നു. ഇതോടൊപ്പമാണ് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്ന കാരണങ്ങൾ, ഈ പരിസ്ഥിതിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ
ആണവ യുദ്ധം, ഇതൊക്കെ അത് പിന്നെ മുമ്പേ ഉള്ള ഭീഷണികളാണ്. പുള്ളി ഇപ്പോൾ പറയുന്നത് ഈ കാരണം നമ്മൾ ഇൻ്റലിജൻ്റ് ഡിസൈൻ നടത്തുന്നു, മനുഷ്യൻ എങ്ങനെ പരിണമിക്കണം, അതിനൊരു മനുഷ്യൻ്റെ പരിണാമം, ജീവികളുടെ പരിണാമം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വർഷം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് വെറും 100 വർഷം കൊണ്ടൊക്കെ ഓരോ ജീവികളെ, മനുഷ്യരെ പോലുള്ള ജീവികളെ ഉണ്ടാക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് പുള്ളി ഒരു വലിയ ഭീഷണിയായിട്ട് കാണുന്നത്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കറിയാമല്ലോ നിർമ്മിത ബുദ്ധി നമ്മളെ അലസന്മാരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അധികം ആയുസ്സൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 4 കാലിൽ നടക്കുന്ന ആ ഒരു കാലത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാലോ. നമ്മൾ അത്തരം ഒരു അവസ്ഥയിൽ നിന്നും ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിൽ നിന്നും വെർട്ടിക്കൽ മൂവ്മെൻറ്റിലേക്ക് നമുക്ക് വരാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതാം നമുക്ക്. പക്ഷേ ഈ 2 കാൽ നടപ്പിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിരീക്ഷണ പാഠവും വന്നു. ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് നടക്കുന്നതിന് പകരം നേരെ നോക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടും നോക്കാനായിട്ടുള്ളൊരു ഗുണം കിട്ടി. അതിനുമുണ്ട് അതിൻ്റേതായിട്ടുള്ള ചില ദോഷങ്ങൾ. ഈ 2 കാൽ നടപ്പാണ് സ്ത്രീകളുടെ പ്രസവം പ്രശ്നമാക്കിയതെന്നാണ് ഹരാരി പറയുന്നത്. അപ്പോൾ ഈ ആധുനിക കാലത്തും അങ്ങനെ നോക്കുമ്പോൾ പ്രസവം ഒരു പ്രശ്നം തന്നെയല്ലേ? പ്രസവം ഹോമോസാപ്പിയൻസിന് എന്തും പ്രശ്നമായിരുന്നു. നമ്മൾ പഴയ കാരണവരൊക്കെ പറയും, എൻ്റെ അമ്മ ഉരലിൽ എന്തോ ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അവിടെ നിർത്തി വെച്ച് പോയി പ്രസവിച്ചു എന്നൊക്കെ പറയും. അങ്ങനെ ഈസിയൊന്നും ആയിരുന്നില്ല. അതൊക്കെ ഒരു വെറുതെ പഴയ കാലത്തെ പറ്റി നമുക്ക് ഉള്ള കുറേ ഭാവനകളാണത്. അങ്ങനെ സ്ത്രീകൾക്ക് ഇന്നത്തെ പോലെ റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. പ്രസവകാലം എന്നും പറഞ്ഞിട്ട് കുറേ ലീവ് എടുത്തൊക്കെ ഇരിക്കാനൊന്നും പറ്റിയിരുന്നുണ്ടാവില്ല നമ്മൾ കൃഷിക്കാരായിരുന്ന കാലത്ത്. പക്ഷേ ഇതൊരു വലിയ വിഷയമായിരുന്നു. പ്രസവം എന്നും വിഷയം തന്നെയാണ്. അതിൻ്റെ കാരണം നമ്മൾ 4 കാലിൽ നടന്നിരുന്ന ജീവി 2 കാലിൽ ഏറ്റു നിന്നതാണ് പ്രശ്നമെന്നാണ് പറയുന്നത്. ഈ മനുഷ്യർ ഹോമോസാപ്പിയൻസിൻ്റെ ഒരു പ്രത്യേകത, ഹോമോജനസിൻ്റെ പ്രത്യേകത, അവരെപ്പോഴും നീർന്നാണ് നിൽക്കുന്നതാണ്. ചിമ്പാൻസി പോലുള്ള ജീവികൾ എപ്പോഴും നീർന്നല്ല നിൽക്കുന്നത്. അവർ 4 കാലിൽ നിൽക്കും, 4 കാലിൽ ഒരുപാട് സമയം സഞ്ചരിക്കുന്ന ആളുകളാണ്. അന്ന് അവർക്ക് 2 കാലിൽ നിൽക്കാനും കഴിയും. ഇതൊരു വലിയ വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ ജനിതക ഘടന മാറിയപ്പോൾ, അല്ലെങ്കിൽ ഒരു മ്യൂട്ടേഷൻ ഉണ്ടായപ്പോൾ, നമ്മൾ ഏറ്റു നിൽക്കുന്ന രീതിയിലേക്ക് പോയപ്പോൾ നമ്മുടെ ഇടുപ്പിൻ്റെ എല്ല് ഇങ്ങനെ നമുക്ക് ചുരുക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ഗർഭപാത്രവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രസവ നാളിക്ക് പോലും ഇങ്ങനെയുള്ള ചുരുങ്ങേണ്ടി വന്നു. ഇതേ സമയം ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യരുടെ തലച്ചോറ് വർദ്ധിക്കുകയാണ്. 1500 ആയിട്ട് മാറണം. 1500 CCയിലേക്ക് 1300 1500 CCയിലേക്ക് കൂടുന്നു. തല വലുതാവുന്നു, കുട്ടിയുടെ തല വലുതാവുന്നു, ഒപ്പം പ്രസവിക്കാനുള്ള മാർഗം അത് ചുരുങ്ങുന്നു. ഇതാണ് സ്ത്രീകളിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ടായത്. ആദ്യകാലത്ത് മനുഷ്യർ പരിണമിക്കുന്ന കാലത്ത് ഈ പ്രസവത്തിലൂടെ മരിക്കുന്ന സ്ത്രീകൾ തന്നെ ഭയങ്കരമായിട്ട് കൂടിപ്പോയി, കുട്ടികളുടെ അടക്കം. അങ്ങനെ വന്നപ്പോഴാണ് പരിപൂർണ വളർച്ചയെത്താത്ത കുട്ടികളെ പ്രസവിക്കുക എന്ന ഒരു രീതിയിലേക്ക് മനുഷ്യർ തീരുമാനിച്ചല്ല വരുന്നത്, പ്രകൃതി നിർദ്ധാരണം അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ആടിൻ്റെ കുട്ടിയോ ഒരു കുതിരയുടെ കുട്ടിയോ പ്രസവിച്ചിട്ടാൽ അത് ഏറ്റു നിൽക്കുന്നത് പോലെ മനുഷ്യർ നിൽക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാവുന്നു. ഒരുപാട് വർഷം എടുത്താലാണ് ഈ നമ്മുടെ മനുഷ്യക്കുട്ടിക്ക് ഒരു കുതിരക്കുട്ടിയെ പോലെ ആവാൻ കഴിയുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും വളർച്ച എത്തിയാണ് മറ്റുള്ള ജീവികളിൽ പ്രസവിക്കുമ്പോൾ നമ്മളുടെ മനുഷ്യക്കുട്ടികളെ പ്രസവിക്കുന്നത് വളർച്ചയെത്താതെയാണ്. അവരെ വളർച്ചയെത്താൻ അവിടെ വിട്ടു കഴിഞ്ഞാൽ അവരുടെ തല വലുതാവുകയും അവർ പുറത്തേക്ക് വരുമ്പോൾ സ്ത്രീകൾ മരിക്കാനിടയാവും. അതുകൊണ്ടാണ് പ്രസവം ഇങ്ങനെയായി മാറിയത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്നാലും നമുക്കറിയാലോ, ഈ സ്കാൻ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ പറയും ഇന്ന പ്രശ്നങ്ങളുണ്ട്, വേഗം തന്നെ നമുക്ക് കീറിയെടുക്കണം എന്ന് പറയുന്നത്. അതിനുള്ള നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കുട്ടീനെ പുറത്തെടുക്കുക എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ആയിരുന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ മരിച്ചിരുന്നത് കുട്ടികളായിരുന്നു.
പ്രസവത്തിൽ കുട്ടികൾ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്തായാലും പ്രകൃതി നിർദ്ധാരണം ശരിക്കും ഇടപെട്ടതിൻ്റെ പേരിലാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു കഴിവില്ലാതെ എന്താ പറയുക, ഒരാളുടെ സഹായം ഇല്ലാതെ ഒരു കുട്ടിക്കും ജീവിച്ച് ജീവിതം തീർക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായത്. ഇതുകൊണ്ട് തന്നെയാണ് മനുഷ്യരെല്ലാവരും സാമൂഹ്യ ജീവികളായി മാറിയത്. നമുക്ക് ഗർഭകാലത്ത് ഒരു സ്ത്രീക്ക് മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ ആ കുട്ടീനെ വളർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഇതിൻ്റെ ഈ ഒരു അടിസ്ഥാന സാധനത്തുമെന്നാണ് ഈ സമൂഹമൊക്കെ ഉണ്ടാവുന്നത്, സാമൂഹ്യ ലൈഫ് ഉണ്ടാവുന്നത് എന്നാണ് ഹരാരിയുടെ ഒരു നിരീക്ഷണം. ഇത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ കലാപുയർത്തിയ നമ്മുടെ ഒരു യൂട്യൂബർ പറയുകയുണ്ടായി, സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്താണ് പ്രസവിക്കുന്നതെന്ന്. അദ്ദേഹം ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ ഒരു പ്രസവം അദ്ദേഹം ആ പ്രക്രിയയെ കൂടി കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് അഖിൽ മാരാർ. അപ്പോൾ ഇതിൽ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. അതായത് നമ്മൾ കുട്ടികളുടെ തൂക്കത്തെ പറ്റി പറയാറുണ്ട്. അപ്പോൾ നല്ല തൂക്കമുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. തൂക്കം കുറഞ്ഞ കുട്ടികളെ വരുമ്പോൾ നമുക്ക് ആശങ്കയാണ്. പക്ഷേ ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്ത്രീക്ക് തൂക്കം കൂടിയ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പെയിൻഫുള്ളായിട്ട് വരുന്നത്. അതിന് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ സിസേറിയനൊക്കെ ചെയ്ത് നമ്മുടെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു. എങ്കിലും തുറന്നു തന്നെ പറയട്ടെ, ഇത്രയും സ്ത്രീകളുണ്ട്. പ്രസവിച്ചിട്ടുള്ള ഏത് സ്ത്രീയെ സംബന്ധിച്ചും പ്രസവം വളരെ വേദനാജനകമാണ്. പക്ഷെ അവരത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് അവർക്കൊരു സോഷ്യൽ ലൈഫ് വേണമെങ്കിൽ അതും കൂടി ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 3 ലക്ഷം വർഷങ്ങൾക്കിപ്പുറം നിയാണ്ടർത്താൽ മനുഷ്യർ, ഇറക്ടസ് മനുഷ്യർ, നമ്മുടെ മറ്റ് പൂർവികരെല്ലാം ദൈനംദിന ജീവിതത്തിൽ തീ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ ആധുനിക സംവിധാനങ്ങളിലും തീയില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. അതിനുശേഷമാണ് നമ്മൾ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പാകം ചെയ്ത ഭക്ഷണം മനുഷ്യൻ്റെ ശരീരഘടനയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് ഹരാരി പറയുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് സജീവനോട് ചോദിക്കാം. ഈ വേവിച്ച ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും പറഞ്ഞൊരു ഭക്ഷണം ദഹിപ്പിക്കുന്ന ഫാക്ടറി ആയിരുന്നു. പ്രധാന പരിപാടി ചവച്ചിരിക്കുക എന്നുള്ളതാണ്. എന്ത് കിട്ടിയാലും ചവയ്ക്കണം. പിന്നെ വയറെന്ന് വെച്ചാൽ നന്നായിട്ടുണ്ടാവും. ഈ വയറ് ഇപ്പോഴത്തെ കുമ്പല്ല പറയണത്, കുടലിൻ്റെ വലിപ്പം കൊണ്ട്. കാരണം ഇതൊരു ഫാക്ടറിയാണ്. ഇത് നമ്മൾ കുറേ കഴിക്കുന്നു, കുറേ പച്ചയാണല്ലോ കഴിക്കുന്നത്, അത് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലിയൊരു ഫാക്ടറി തന്നെ വേണം. ഇത് പച്ചക്കറി കഴിക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും നമ്മളിത് കാണാം, വലിയ കുടലും ഇതും. അതുപോലെ തന്നെ പല്ലുകൾക്ക് ഭയങ്കര എന്താ പറയുക ബലം വേണം. അതുപോലെ താടിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ ഈ പണി നടക്കുള്ളൂ. നമ്മൾ മനുഷ്യരും ഹോമോ ഇറക്ടസിൻ്റെ കാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയണം. പക്ഷെ അവർ തീ കണ്ടെത്തിയതിന് ശേഷം തീ ആക്സിഡൻ്റലി അവർക്ക് തീ കണ്ടെത്തിയെന്നല്ല പറയേണ്ടത് കേട്ടോ. തീ ഇവിടെ പണ്ടേ ഉണ്ടല്ലോ. തീരെ മെരുക്കുക, അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് ഇറക്ടക്സാണ് വരുന്നത്. അവരാണ് ഈ ഹോമോ ഇറക്ടക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു മനുഷ്യവംശമാണ് ഈ ഇറക്ടക്സ്. അപ്പോൾ അവരെ പറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ് 20 ലക്ഷം വർഷമൊക്കെ ജീവിച്ചിരുന്നു പറഞ്ഞത്. അപ്പോൾ അവന്മാരാണ് ഇത് കണ്ടെത്തുന്നത്. ഇവർ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നു. ഭക്ഷണം അങ്ങനത്തെ രീതിയിലുള്ള വെന്ത ഭക്ഷണം കഴിച്ചു വരുന്നു. വെന്ത ഭക്ഷണം കഴിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞതോടെ, 10,000 വർഷങ്ങൾ കഴിഞ്ഞതോടുകൂടി പിന്നെ നമുക്ക് ഫലമുള്ള വലിയ വലിയ പല്ലുകളുടെ ആവശ്യമില്ലാണ്ട് വന്നു, വലിയ വായ ആവശ്യമില്ലാണ്ട് വന്നു. അതുപോലെ നമുക്ക് വലിയ എന്താ പറയുക ഈ താടിയെല്ലാം ആവശ്യമില്ലാണ്ട് വന്നു. അങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ ഈ വയറ്റിൽ വലിയ പണിയില്ലാണ്ടായി. കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും കൂടുതൽ ഊർജം ചിലവാക്കുന്നത് ഭക്ഷണം ദഹിപ്പിക്കാനാണ് ആയിരുന്നു. പക്ഷെ പുറത്ത് ദഹിച്ച ഭക്ഷണമാണ്, വെന്ത് കഴിഞ്ഞ ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ ആ പണി ആവശ്യമില്ല. അപ്പോൾ ഊർജ്ജം ലാഭമായിപ്പോയി. അപ്പോൾ വയറ് അതിനനുസരിച്ച് ചുരുങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുടൽ ചുരുങ്ങി ചെറുതായി മാറി. ഇതാണ് അവിടെ ഉണ്ട്. അപ്പോൾ വയറ് കുറഞ്ഞു, വായ കുറഞ്ഞു, സുന്ദരമായ വായകളുണ്ടായി, ഒതുങ്ങിയ വയറുണ്ടായി. അപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായത് വെച്ചാൽ ഊർജ്ജ ലഭ്യത കൂടി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജ്ജം 2 സ്ഥലത്തേക്ക് പോവുക. ഒന്ന് തല, ഒന്ന് വയറ്റിലേക്ക്. തല എന്ന് പറഞ്ഞാൽ മസ്തിഷ്കം നമുക്ക് വലുതാണ്. മസ്തിഷ്കമാണ് നമ്മുടെ എപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 25% പോകുന്നത് തലച്ചോറാണ് കൺസ്യൂം ചെയ്യുന്നത്.
ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു വെച്ചാൽ 4 പൊറോട്ട തിന്നാൽ 1 പൊറോട്ട തലച്ചോറിന് മാത്രം വേണം എന്നുള്ളതാണ് മനുഷ്യരുടെ ഒരു രീതി. അങ്ങനെ വന്നപ്പോൾ ഊർജം നമുക്ക് കുറച്ച് ഭക്ഷണത്തിൽ നിന്ന് തന്നെ ഊർജം കിട്ടി തുടങ്ങിയപ്പോൾ നമുക്ക് എപ്പോഴും ഭക്ഷണം അന്വേഷിച്ച് നടക്കണ്ട എന്നുള്ള സ്ഥിതി വന്നു. അപ്പോഴാണ് ഈ ചിന്തകളും ഭാവനകളും ഈ ദൈവവും നോവലും കഥയൊക്കെ ഉണ്ടാവുന്നത്. അതിനുള്ള സമയം കിട്ടുന്നത് അപ്പോഴാണ്. ഇതാണ് ഇതിലെ തീയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ എനിക്കൊരു സംശയം, നമ്മൾ ഈ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിൽ പോകുമ്പോഴേ നമ്മൾ പെട്ടെന്ന് നമ്മുടെ വയറൊക്കെ കുറഞ്ഞ് നമ്മളൊരു ഹെൽത്തി ആവും പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിൽ. അപ്പോൾ അത് പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോകുമ്പോൾ ഈ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. അവർ പച്ച സാധനങ്ങളാണ് തരിക. അത് നമുക്ക് കൺസ്യൂം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ സ്ഥിതിയിൽ നമുക്ക് പച്ച ദഹിക്കില്ല. നമ്മൾ പച്ച ദഹിപ്പിക്കാനുള്ള നമ്മുടെ ഫാക്ടറി പൂട്ടിപ്പോയി. അത് ഇറക്ടസിൻ്റെ കാലത്തെ പൂട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തടി കൂടുതലാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഈ പ്രകൃതി ചികിത്സയിൽ പോയ ഒരു കുഴപ്പമില്ല. അവർ നിങ്ങൾക്ക് പച്ച തരും. പച്ച മാത്രം കഴിച്ച് നിങ്ങളൊരു 15 ദിവസം നിൽക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഊർജ്ജമൊന്നും കിട്ടാതിരിക്കുകയും നിങ്ങൾക്ക് വേണ്ട മറ്റെന്താ പറയുക പോഷകങ്ങൾ കിട്ടാതാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ചുരുങ്ങും. ഇത് ഈ കോക്കാന്മാർക്ക് അറിയില്ല, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് അവരുടെ ഏതോ ചികിത്സ മൂലമാണത്. ആക്ച്വലി അതല്ല, ഈ ഫാക്ടറി അടച്ചതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഈ ഫാക്ടറി അടച്ച് ലേ ഔട്ടായിട്ട് കാലം കുറയായി, അതുകൊണ്ടുണ്ടാവുന്നതാണത്. പ്രകൃതി ചികിത്സക്കാരോട് അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അതെ, ഓൾറെഡി ഉള്ള ഫാക്ടറിയിൽ നിന്ന് നമ്മളെ ബാക്കിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഓൾറെഡി നമ്മുടെ ഒരു ഫുഡ് ഫാക്ടറി ഉണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ പച്ച സാധനങ്ങൾ ഇതുള്ള പച്ചക്കറികളെല്ലാം കഴിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട ഫുഡ് മുഴുവൻ കിട്ടുന്നില്ല എന്നാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വായിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഇതിൽ നിന്ന് ഭക്ഷണം പോകുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ക്ഷീണിക്കും. ഒരു സ്ഥലത്തുനിന്ന് ഒരു സാധനം വേറെ അടുത്തേക്ക് പോകുമ്പോൾ ആ ഭാഗം ശൂന്യമായിക്കൊണ്ടിരിക്കും, ക്ഷീണിക്കും. പക്ഷേ തിരിച്ച് നമ്മൾ അത് എന്നും നിലനിൽക്കാത്തതിൻ്റെ കാരണം ഇത് മാത്രമാണ്. നമ്മൾ തിരിച്ചു വന്നിട്ട് വീണ്ടും പാകം ചെയ്ത ഭക്ഷണവും പച്ചഭക്ഷണവും എല്ലാം കഴിക്കുമ്പോൾ വീണ്ടും നമ്മളുടെ ശരീരത്തിൻ്റെ ഇത് കൂടുകയും ഇത് ചെയ്യും. കാരണം ആ ബ്രെയിനാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ബ്രെയിൻ ഇത്രയധികം ഭക്ഷണം എടുത്തിട്ടാണ് ബ്രെയിൻ നമ്മുടെ ചിന്തകളെയും നമ്മുടെ വളർച്ചയെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ അടുത്ത കാലത്തൊക്കെയാണ് ഡോക്ടർമാർ പറയാൻ തുടങ്ങിയത്, കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ നവജാത ശിശുവിൻ്റെ ബ്രെയിനിൻ്റെ വളർച്ച അവരിങ്ങനെ അളന്ന് നോക്കി ഓരോ സമയത്തും അതിൻ്റെ ഇത് എത്രയാണെന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബ്രെയിൻ വളരുന്നതിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് സജീവൻ നമുക്ക് വിശദീകരിച്ച് തന്നത്. അടുത്തൊന്ന്, ഹോമോസാപ്പിയൻസ് ആഫ്രിക്ക വിട്ട് പുറത്ത് കടന്ന സമയത്ത് നിയാണ്ടർത്താൽ എന്ന മനുഷ്യരുണ്ടായിരുന്നു. വംശനാശം തന്നെയാണ് ഇവിടെയും വിഷയം. പിന്നീട് അവർക്ക് വംശനാശം വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, അവരെ നമ്മൾ കൊന്നു തീർത്തതാണോ അതോ നമ്മൾ അവരും കൂടി ലയിച്ചതാണോ, എന്താണ് അതിൻ്റെ ഒരു സൂത്രം, രഹസ്യം? അത് രണ്ട് കഥയുണ്ട് ഇതിന്. അതായത് വയലൻസ് ആയിരുന്നോ അല്ലെങ്കിൽ ലയിച്ചു ചേരലായിരുന്നോ എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. അത് നമ്മൾ ചെല്ലുമ്പോൾ ഇവരവിടെ ഉണ്ട്. വേറെ മനുഷ്യർ, നിയാണ്ടർത്താൽ എന്ന് പറഞ്ഞ മനുഷ്യർ യൂറോപ്പിലും ഏഷ്യയിലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവരില്ല. 40,000 വർഷത്തിന് ശേഷം അവരുടെ ഒരു ഫോസിൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവരവിടെ പോയി അവർ മരിച്ചുപോയി. അവരെ കൊന്നതാണോ നമ്മൾ അവരുമായി ലയിച്ച് ചേർന്നതാണോ എന്നുള്ളതാണല്ലോ ചോദ്യം. രണ്ടും സംഭവിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ രണ്ട് കൂട്ടരും തമ്മിൽ ഇൻ്റർ ബ്രീഡിങ് നടന്നതായി നമുക്കറിയാം. കാരണം നമ്മളിപ്പോൾ ജീൻ പഠിച്ചപ്പോൾ ജീനുകളെ മുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായി ഓരോ മനുഷ്യരിലും 1% മുതൽ 4% വരെ ഈ നിയാണ്ടർത്താലുകളുടെ ജീനുകളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അവരുമായി ചേർന്നിരുന്നു. നമ്മൾക്ക് അവരുമായി കണ്ടപ്പോൾ, നമ്മുടെ പുരുഷന്മാർക്ക് അവരിലെ സ്ത്രീകളെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയിട്ടുണ്ടാവാം, അവർ തമ്മിൽ സംഗമിച്ചിട്ടുണ്ടാവാം, അതിലൂടെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ അങ്ങനെ അവരുമായിട്ട് മിക്സായി അവസാനം നമ്മൾ രണ്ട് കൂട്ടരും ഒന്നായി എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു 40% ജീനുകൾ നമ്മളിൽ ഉണ്ടാവണം. അതില്ല, 4% നിന്നു. അതുകൊണ്ടാണ് നമുക്ക് ചില ഊഹങ്ങളിൽ എത്തേണ്ടി വരുന്നത്.
ഒന്നുകിൽ ഒരു പ്രത്യേക സ്ഥലത്ത്, അവർ താമസിക്കുന്ന സ്ഥലത്ത്, അവർ ഇര പിടിച്ച് കഴിഞ്ഞിരുന്ന സ്ഥലത്ത് നമ്മൾ ചെല്ലുകയും അവരുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ കവരുകയും ചെയ്തപ്പോൾ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത പരിസ്ഥിതി ഉണ്ടാവുകയും അവർ വംശനാശം വന്ന് മരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഒന്ന്. രണ്ട്, നമുക്കവരെ ഇഷ്ടമായില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ കുറച്ചും കൂടി ആധുനികമായ ആയുധങ്ങളുണ്ട്. നമുക്ക് അവരെക്കാൾ കൂടുതൽ ഫലപ്രദമായി സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരെ സമ്പൂർണമായും കൊല ചെയ്തിരിക്കാം എന്നും വഴിയുണ്ട്. ഹരാരി പറയുന്നത് മനുഷ്യൻ സാപ്പിയൻസിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത് വയലൻസിൻ്റെ റെക്കോർഡാണ്. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ അവർ എന്ന രീതിയിലുള്ള ഒരു വിഭജനം നടത്തും. നമുക്ക് താല്പര്യമില്ലാത്തവരെ നമ്മൾ അവസാനിപ്പിക്കും. ഇതാണ് നമ്മുടെ ട്രാക്ക്. അതുകൊണ്ട് നമ്മൾ നിയാണ്ടർത്താലുകളെ മുഴുവൻ കശാപ്പ് ചെയ്തിരിക്കാനാണ് സാധ്യത എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇതൊരു സാധ്യതയാണ്. അതായത് കൂടിച്ചേരൽ വാദമുണ്ട്, പകരം വയ്ക്കൽ വാദമുണ്ട്, രണ്ടുമുണ്ട്. ഇത് രണ്ടും സംഭവിച്ചിരിക്കാം എന്നാണ് അദ്ദേഹം ഹരാരിയും പറഞ്ഞിരിക്കുന്നത്. കൂടിച്ചേർന്ന് ഫുള്ളായിട്ട് കൂടിച്ചേരല്ല. ആദ്യകാലങ്ങളിൽ ഒരു ചെറിയ രീതിയിലുള്ള മിക്സ്, അതായത് നമ്മൾ രണ്ട് സ്പീഷീസുകളായിട്ട് മാറുന്ന കാലത്ത്, ഒരു സ്പീഷീസ് രണ്ടായിട്ട് മാറുന്ന കാലത്ത് നമ്മൾ തമ്മിൽ ആ രണ്ട് സ്പീഷീസുകൾ തമ്മിൽ മിക്സായാൽ, ലൈംഗിക ബന്ധം ഉണ്ടായാൽ അതിലുണ്ടാവുന്ന കുട്ടിക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടാവും. പക്ഷെ നമ്മൾ രണ്ട് സ്പീഷീസായിട്ട് മൊത്തം പരിപൂർണമായിട്ട് മാറിക്കഴിഞ്ഞെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ ആ രണ്ട് സ്പീഷീസുകൾ തമ്മിൽ ചേർന്നാൽ, ആ ഒരാണും ഒരു പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും. പക്ഷേ ആ കുട്ടിക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ അത് അങ്ങനെയായി മാറി പിന്നീട്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് സ്പീഷീസുകളായിട്ട് വേർതിരിയുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ട് കൂട്ടരും കുറച്ച് നാൾ മിക്സായി, പിന്നീട് അവർക്ക് മിക്സ് ചെയ്യാൻ കഴിയാതായി. അതിൻ്റെ കാരണം പരിണാമത്തിൻ്റെ പ്രശ്നങ്ങളാണ്, ജനറ്റിക് പ്രശ്നങ്ങൾ. നമുക്ക് ആവില്ല, അത് കഴിയില്ല. അപ്പം നമ്മൾ കുതിരയും കഴുതയും എടുക്കുക. കുതിരയ്ക്കും കഴുതയ്ക്കും മിക്സ് ആവാൻ പ്രയാസമൊന്നുമില്ല. കുട്ടികളുണ്ടാവാനും പ്രയാസമില്ല, കോവർ കഴുത ഉണ്ടാവും. പക്ഷേ കോവർ കഴുതയ്ക്ക് കുട്ടി ഉണ്ടാക്കാൻ കഴിയില്ല. ഈ ഒരു ഘട്ടത്തിലേക്ക് മനുഷ്യരും നിയാണ്ടർത്താലുകൾ എത്തുകയും അവർ രണ്ടും സെപ്പറേറ്റ് വംശമായിട്ട് തീരുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യകാലങ്ങളിലുള്ള ആ മിക്സിൻ്റെ പേരിൽ മാത്രം 1% മുതൽ 4% വരെ നിയാണ്ടർത്താലുകളുടെ ജീനുകൾ നമ്മളിലുള്ളത്. അതിലും കൂടുതലാണ്. ഇൻ്റർ ബ്രീഡിംഗ് ആണെങ്കിൽ നമുക്ക് 40-50% എന്തായാലും ഉണ്ടാവേണ്ടതായിരുന്നു. അതില്ല. പണ്ട് നമ്മൾ കൊലയിൽ വിരുദ്ധന്മാരാണെന്നാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ളത് പരദൂഷണം അത്ര നല്ല കാര്യമല്ല, അതൊരു ദുഷ്പേരുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നാണ്. പക്ഷേ ഹരാരി പറയുന്നു പരദൂഷണം ഒരു നല്ല കാര്യമാണെന്ന്. അപ്പോൾ സജീവൻ്റെ അഭിപ്രായത്തിൽ ഹരാരി പറയുന്ന ആ പരദൂഷണ സിദ്ധാന്തത്തോട് യോജിക്കുന്നുണ്ടോ? അത് എത്ര പ്രകാരമാണ്? അല്ല, പരദൂഷണം നമ്മൾ ആദ്യകാലത്ത് ഒരു 150 പേരെ ഒന്നിച്ച് നിർത്തിയത്. പഴയ കാലത്ത് നമ്മൾ ആദ്യകാലങ്ങളിൽ നമുക്ക് അത്രയും സംഖ്യ പറ്റുമായിരുന്നില്ല എന്ന് പറയുന്നത്. ഇത് നമുക്ക് മാത്രമുള്ള ചില കഴിവുകളുണ്ട് ഈ പരദൂഷണം എന്ന് പറയും. അതായത് നമ്മൾ കൂട്ടത്തിൽ ഒരു 50 പേരുള്ളൊരു കൂട്ടം നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ ആ കൂട്ടത്തെ നമ്മളെങ്ങനെയാണ് എല്ലാവരും തിരിച്ചറിയാൻ കഴിയുക? നമുക്ക് എല്ലാവരുമായിട്ട് എന്നും ബന്ധപ്പെടുന്നതിന് ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ ചിമ്പാൻസികളെ നോക്കുക. ചിമ്പാൻസികളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ 20 മുതൽ 50 വരെയുള്ള കൂട്ടം ഉണ്ടാവുള്ളൂ. അവരെങ്ങനെയാണ് ബന്ധം നിലനിർത്തുന്നത് വെച്ചാൽ അവർ ഈ രോമം തടവിക്കൊടുത്തും ചീകിക്കൊടുത്തുമൊക്കെയാണ്. അങ്ങനെയാണ് അവർ തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ എത്ര പേരെ അവർക്ക് ചീകിക്കൊടുക്കാനും തഴുകിക്കൊടുക്കാനും ഗ്രൂമിങ് ചെയ്യാനും കഴിയുന്നു. അവർ തമ്മിലുള്ളൊരു അത്രയ്ക്ക് എണ്ണം ഗ്രൂപ്പേ അതിലുണ്ടാവുള്ളൂ. അതിലും കൂടിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് വളർന്ന് 2 ഗ്രൂപ്പായിട്ട് മാറും. മനുഷ്യരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, മനുഷ്യർക്കും ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിലും പിന്നീട് നമ്മൾക്ക് ഈ പരദൂഷണം ഇല്ലാത്തതുണ്ട് എന്ന് പറയാനുള്ള കഴിവുള്ളത് കൊണ്ടും നമ്മുടെ കൂട്ടത്തിൽ നമ്മളോടൊപ്പമുള്ള ഒരാൾ പറയാണ്, ഇതേ ഇന്ന ആൾ ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ അവൻ വേട്ടയ്ക്ക് പോയി, അവന് കിട്ടിയ സാധനം മുഴുവൻ ഇവിടെ കൊണ്ടുവന്നില്ല, അവനത് വേറെ ചിലർക്ക് എടുത്ത് അവരവിടെ തന്നെ എടുത്ത് കഴിച്ചു എന്നുള്ളൊരു നമ്മുടെ മൂപ്പനോട് ഒന്ന് പറയുന്നു, ഒരു കൂട്ടത്തിലൊന്ന് പറയുന്നു. അതുപോലെ അവൻ വിശ്വസ്തനല്ല, അവൻ ഇന്നാൾ നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായം അവനോട് പറയുന്നത് കേട്ടു. ഇങ്ങനെ ഉള്ള ഒരു പരദൂഷണ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 150 വരെ ആളുകളെ നിലനിർത്താൻ പറ്റുന്ന പറയാം. 150 അത്രയും ആളുകളെ ഇങ്ങനെ പരദൂഷണം കൊണ്ട് നമുക്ക് നിലനിർത്താൻ കഴിയും.
അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പുകൾക്കൊക്കെ 100-150 പേരുടെ വലിപ്പം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് മനുഷ്യർക്ക് മാത്രമുള്ള കഴിവാണ്, ഇല്ലാത്തത് ഉണ്ടാക്കി പറയുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ അതുകൊണ്ടാണ് ഈ പരദൂഷണം എന്ന് പറയുന്ന സാധനം മനുഷ്യനെ സഹായിച്ചു. ഈ സാധനം തന്നെയാണ്, ഈ പരദൂഷണം എന്ന് പറയുന്ന സാധനം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ ജേർണലിസ്റ്റുകളും പത്രമാധ്യമ പ്രവർത്തനക്കൊപ്പ് നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇതിൻ്റെ ബേസ് ഇതാണ്, മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ അവർ യോജിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പരദൂഷണം. ഇതെല്ലാം പണ്ട് കാലത്തെ കാര്യമാണ്. ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പരദൂഷണം മനുഷ്യരെ കൊല്ലുന്നത് വരെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പരദൂഷണത്തിൻ്റെ കാര്യവും വരുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? വെസ്പിൻ്റെ വിളി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ക്വസ്റ്റ്യൻസ് തുടർന്നോട്ടെ കുറച്ചുകൂടി. 1 മണിക്ക് ഇവിടെ നിർത്തുട്ടോ. 1 മണിക്ക് നമ്മൾ നിർത്തും. ഇനി വേറൊന്നുണ്ട്, ഈ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നും മനുഷ്യരെ വേറിട്ട് നിർത്തുന്ന വേറൊന്നാണ് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കഴിവ്. അത് മൃഗങ്ങൾക്കില്ല. മൃഗങ്ങളെക്കുറിച്ച് നമ്മളില്ലാ കഥകൾ പറയും, പക്ഷേ നമുക്കുള്ള കഴിവ് ഇത് തന്നെയാണ്. അതായത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ടു സ്പീക്ക് അബൌട്ട് ഫിക്ഷൻസ്. ഇതിനെക്കുറിച്ച് ഹരാരി വളരെ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. എന്താണ് സജീവന് പറയാനുള്ളത്? അത് ഈ മൃഗങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, അവർക്ക് ഒരു പ്രത്യേക അവരുടെ കൺമുന്നിലുള്ളത് മാത്രമേ അവർക്ക് കാഴ്ചകൾ ഉള്ളൂ. അതായത് അവരുടെ മുന്നിൽ നമ്മളുണ്ടെങ്കിൽ അവർക്ക് നമ്മളുണ്ട്. പുഴകളുണ്ട്, അല്ലെങ്കിൽ മലകളുണ്ട്, വെള്ളമുണ്ട്, അങ്ങനെയുള്ള പ്രകൃതിയിൽ കാണുന്ന സംഭവങ്ങൾ മാത്രമാണ് മൃഗങ്ങൾക്കുള്ളത്. മനുഷ്യർക്ക് അതുമാത്രമല്ല ഉള്ളത്, ഇല്ലാത്ത കുറേ കാര്യങ്ങൾ സങ്കല്പിക്കാൻ നമുക്ക് കഴിയും. ആ കഴിവിനെയാണ് ഹരാരി ഇവിടെ അദ്ദേഹം പറയുന്നത് ഈ സാങ്കല്പിക യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു കഴിവ് മനുഷ്യർക്കുണ്ട്. ആ കഴിവ് എന്ന് പറയുന്നത് ഭാവനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ദൈവം അങ്ങനെ വന്നുള്ള നമുക്ക് എന്താ പറയുക, ഇല്ലാത്ത ഒരു സാധനത്തിനെ സങ്കല്പിക്കാനുള്ള കഴിവിൻ്റെ ലക്ഷണമാണ്, ആദ്യത്തെ ലക്ഷണമാണ് ദൈവം അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന സംഭവം. ഇത് നമുക്ക് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ, ആദ്യകാലങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ്റെ സ്വപ്നം കാണുന്ന ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് എങ്ങനെയാണ് ആ സ്വപ്നത്തെ വിശദീകരിക്കാൻ കഴിയുക? അവർ ഭാവന അവരുണ്ടാക്കുകയാണ്, അവർ ഊഹിക്കുകയാണ്. ഒരു മരിച്ചാലും മരിക്കാത്ത എന്തോ മനുഷ്യരിലുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു, അവരങ്ങനെ ഭാവന ഉണ്ടാക്കുന്നു. ഈ ഭാവന തന്നെയാണ് നമ്മൾ രാഷ്ട്രങ്ങളായിട്ടും രാജ്യങ്ങളായിട്ടുമൊക്കെ നമ്മൾ കാണുന്നത്. ഈ ഭൂമിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം, നിങ്ങൾ ഏത് ഭൂമിയുടെ ഫോട്ടോ എടുത്ത് നോക്കിയാലും അവിടെ അതിർത്തിയൊന്നുമില്ല എന്ന് നമുക്കറിയാം, രാജ്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു പ്രത്യേക അതിർത്തി സങ്കല്പിച്ചുകൊണ്ട് ഇത് ഇന്ത്യയാണ്, ഇത് പാകിസ്ഥാനാണ് എന്ന് നമ്മൾ കൽപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഈ യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇത് ഇല്ലാത്തതാണ്. നമ്മൾ കഥകൾ അല്ലേ, നമ്മുടെ മതങ്ങളെല്ലാം മൊത്തം കഥകളിലാണ് അധിഷ്ഠിതമാണ്. ഒരു കാലത്ത് ഞാനും ഇതെല്ലാം വിശ്വസിച്ചിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അന്ന് വിശ്വസിക്കുന്നത് അങ്ങനെയല്ല, അത് ശരിക്കുമുള്ള ചരിത്രം എന്ന് വെച്ചിട്ടാണ്. പിന്നീട് മനസ്സിലാവുന്നു, ഇല്ല അത് നമ്മളിപ്പം ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതുന്നു, സജീവൻ എഴുതുന്നു, ഇതേപോലെയൊക്കെ ആ കാലഘട്ടത്തിലുള്ള മനുഷ്യർ അവരുടെ ഭാവന ഉപയോഗിച്ചുണ്ടാക്കിയ കഥകളിലെ കഥാപാത്രങ്ങളാണ് ദൈവങ്ങളെന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ആ ദൈവങ്ങളുടെ കുറ്റമല്ല. ദൈവങ്ങൾക്ക് നമ്മളീ പറയുന്ന ദിവ്യശക്തിയൊന്നും കൊണ്ട് അവർക്ക് നമ്മളെ രക്ഷിക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല. അത് നമ്മുടെ കഴിവ് കൊണ്ടാണ്. അത് ഞാൻ പുരാണത്തിലൊരു ഇത് വായിച്ചത്, വരുണ ഭഗവാൻ ഹനുമാനോട് പറയുന്നുണ്ട്, നിൻ്റെ ശക്തിയെ നീ ഉണർത്തുക എന്നുള്ളത്. അത് ഈ ഇത്രയൊക്കെ ശക്തി ഉണ്ടായിട്ടും വരുണൻ്റെ മകനായിട്ടും ഒന്നും ഹനുമാനോട് സ്വന്തം ശക്തി ഉണർത്താനാണ് പറയുന്നത്. ഇതാണ് ശരിയായ കാര്യം. മനുഷ്യരുടെ ശക്തി ഉണർത്തി കഴിഞ്ഞാൽ തന്നെയാണ് അതിലെ നന്മയും തിന്മയും വിവേചനങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയധികം കഥകൾ ഉണ്ടാക്കി, ഈ പുരാണങ്ങളിലെ കഥകളുണ്ടാക്കി ഓരോ മതത്തിൻ്റെ പ്രത്യേകിച്ചൊരു മതമൊന്നുമില്ല, എല്ലാ മതത്തിലും ഈ ഭാവനേനെ മനുഷ്യരെ ഉദ്ദീപിപ്പിച്ചിട്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ഇന്നിപ്പോൾ ഈ വന്നിരിക്കുന്ന മനുഷ്യർ വളരെ ചെറിയൊരു ശതമാനമാണ്. കാലത്ത് ഞാൻ വരുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഒരു മതപരമായ ഒരു കാര്യമാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഹാളിരിക്കുക, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം പണം അതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും. ഇന്നലെ വൈകിട്ട് ഒരു പ്രൊസഷൻ പോകുമ്പോൾ പണ്ട് നമ്മുടെ ഓരോ ഇതിൻ്റെ ദേവാലയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനം ഇപ്പോൾ പുറത്തെ റോഡുകളിലേക്കായി. അപ്പോൾ മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഹനിച്ചുകൊണ്ട് നല്ല ധൈര്യത്തോടു കൂടി ആൾ പോവുകയാണ്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? അവരോട് ചോദിച്ചാൽ ഇതിലെല്ലാം അവർക്ക് ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലെല്ലാം ഓരോ കഥകളുമുണ്ട്. ഈ കഥകളെക്കുറിച്ച് എന്താ സജീവന് പറയാനുള്ളത്?
ഇത് സത്യത്തിൽ നമ്മുടെ മനുഷ്യർക്ക് ഇപ്പോൾ നമ്മൾ ഹോമോസാപ്പിയനെ ഒരു 3 ലക്ഷം വർഷത്തെ പ്രായമാണ് കണക്കാക്കുന്നത് നമ്മൾ കിട്ടിയിട്ടുള്ള തെളിവുകൾ വെച്ചിട്ട്. അപ്പോൾ 3 ലക്ഷം വർഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവർ 70,000 വർഷം മുമ്പാണ് അവർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ലോകം മുഴുവൻ വ്യാപിച്ച ഗ്രൂപ്പ് 70,000 വർഷം മുമ്പ് പുറത്ത് കടന്ന ഗ്രൂപ്പാണ് ഈ ലോകത്ത് മുഴുവൻ ഇപ്പം നിലനിൽക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ഒരേ ജീനുകളാണ്, അല്ലെങ്കിൽ ഒരേ DNA ആണ് നമുക്കുള്ളത്, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ പുറത്ത് കടന്നിട്ട് പോലും നമുക്ക് ഭാവനയോ കഥ പറയാനുള്ള കഴിവോ ഉണ്ടായിരുന്നില്ല, ഭാഷയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു 40,000 വർഷങ്ങൾക്ക് ഉള്ളിൽ 40,000 വർഷം മുമ്പ് മുതലാണ് നമ്മൾ ഇല്ലാത്തതിന് ഭാവന ചെയ്യാനുള്ള കഴിവ് നമുക്ക് കിട്ടിയെന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ജർമ്മനിക്ക് അടുത്തുള്ള സ്റ്റാഡൽ ഗുഹയിൽ നിന്ന് കിട്ടിയ ഒരു മനുഷ്യനും സിംഹവും കലർന്നുള്ളൊരു രൂപം നമുക്ക് കിട്ടി. മനുഷ്യനും സിംഹവും എന്ന് പറഞ്ഞുള്ള ഒരു ലയൺ മാനെ ഇവർ സൃഷ്ടിച്ചിരിക്കുകയാണ് ഗുഹയിൽ. ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യർക്ക് ആദ്യമായി ചിന്തിക്കാനുള്ള കഴിവ് കിട്ടിയിരിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ്റെ ഒപ്പം ഒരു സിംഹത്തെ ചേർത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഭാവന നമുക്ക് കിട്ടുന്ന അന്നാണ്. അതിന് മുമ്പുള്ള കാലങ്ങളിൽ ഒന്നും നമുക്കത് വരുന്നില്ല. എങ്ങനെയാണിത് വന്നത്? ഇതിൻ്റെ കാരണം 70,000 കൊല്ലത്തിൻ്റെയും 40,000 കൊല്ലത്തിനും ഇടയിലുള്ള ഒരു കാലത്ത് നമ്മുടെ മസ്തിഷ്കത്തിൽ ഒരു ജനിതക വ്യതിയാനം നടന്നിരിക്കുന്നു. ഇതിനെയാണ് ജ്ഞാനവിപ്ലവം എന്ന് ഹാരാരി പറയുന്നത്. ഈ ജീനിൻ്റെ തലച്ചോറിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. തലച്ചോറിലാണ് ഈ വെള്ളിടി വെട്ടിയുള്ളത്. എന്തുകൊണ്ട് മനുഷ്യർക്ക് മാത്രം ആ ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നമുക്കങ്ങനെ വിശദീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ഹോമോ ഇറക്റ്റക്സുകൾക്ക് ഉണ്ടായില്ല? എന്തുകൊണ്ട് നിയാണ്ടർത്താലുകൾക്ക് ഉണ്ടായില്ല? പക്ഷെ നമുക്കുണ്ടായി. പക്ഷെ അത് ജസ്റ്റ് ഹാപ്പൻഡ്. കാരണം നമുക്കറിയാം ഈ ജനിതക മാറ്റം എന്ന് പറയുന്നതും പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നതും ആരുടെയും അജണ്ടയ്ക്കനുസരിച്ച് പോകുന്നൊരു സാധനമല്ല. അത് ബ്ലൈൻഡാണ്. അതിന് ഇന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പാവുന്നൊരു സാധനമല്ല. അത് ജസ്റ്റ് ഹാപ്പൻഡ്. ഇതിന് ശേഷമാണ് മനുഷ്യർക്ക് ഭാവനയുണ്ടാകുന്നത്, ഭാവന ചേർത്തുള്ള ഭാഷയുണ്ടാകുന്നത്. ഭാഷ എന്ന് പറയുന്നത് കുരങ്ങന്മാർക്കും ഉണ്ട്. ഭാഷ എന്ന് പറയുന്നത് അതാത് ജീവികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സാധനമാണ്. സിംഹം വരുന്നു എന്ന് മറ്റ് കുരങ്ങന്മാരെ അറിയിക്കാൻ ഈ മറ്റ് കുരങ്ങന്മാർക്ക് കഴിയും. അവർക്ക് അങ്ങനെ ഒരു ഭാഷയുണ്ട്. നമ്മളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ ശബ്ദം എങ്ങനെയാണ് ഒരു സിംഹം വരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുലി വരുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള കുരങ്ങന്മാർ ഓടിപ്പോകുന്നതെന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് ഭാഷയുണ്ടെന്ന്. പക്ഷേ ആ സിംഹം വരുന്നു എന്ന് മാത്രമേ അവർക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം അതൊരു ഫാക്റ്റാണ്. ആ യാഥാർത്ഥ്യം മാത്രമേ പറയാൻ കഴിയുള്ളൂ. പക്ഷെ മനുഷ്യർക്ക് 40,000 വർഷങ്ങൾക്ക് ശേഷം ഈ സിംഹം നമ്മളുടെ കാവൽ ദൈവമാണ് എന്ന് പറയാനുള്ള കഴിവുണ്ടായി എന്നുള്ളതാണ്. അവിടെയാണ് ഭാഷ, വഴക്കമുള്ള ഭാഷ ഉണ്ടാവുന്നത്, സങ്കല്പങ്ങൾ ഉണ്ടാവുന്നത്, കഥകൾ ഉണ്ടാവുന്നത്. ഇതുപോലെ കഥ നിർമ്മിക്കാൻ മനുഷ്യർക്ക് കഴിഞ്ഞു. ഈ ജനിതക മാറ്റത്തിന് ശേഷമാണ് നമുക്ക് വഴക്കമുള്ള ഭാഷ ഉണ്ടാവുന്നത്. ഈ ഭാഷയിലൂടെയാണ് നമ്മൾ ഈ കാവൽ ദൈവങ്ങളെ ഉണ്ടാക്കുന്നത്. ഇത് ഒരു വൃക്ഷത്തെ നമ്മൾ പറയുന്നു ഇതൊരു വെറും വൃക്ഷമല്ല, ഈ വൃക്ഷം നമ്മുടെ ഗോത്രത്തിൻ്റെ കാവൽക്കാരനാണ് എന്ന് പറയാൻ തോന്നുന്ന ഒരു ഘടകം. ഒരു കുരങ്ങൻ ഒരു പഴം തിന്നുകൊണ്ടിരിക്കെ നമ്മൾ പറയുകയാണ് കുരങ്ങനോട്, ആ പഴം നീ ഇപ്പോൾ എനിക്ക് തന്നാൽ സ്വർഗത്തിൽ ആയിരക്കണക്കിന് പഴങ്ങൾ, പൂന്തോട്ടങ്ങൾ, പഴത്തോട്ടങ്ങൾ നിനക്ക് തരാം എന്ന് പറഞ്ഞാൽ കുരങ്ങൻ ആ പഴം നിങ്ങൾക്ക് തരില്ല. പക്ഷെ നിങ്ങൾ മനുഷ്യരോട് പറഞ്ഞു നോക്കൂ, നിങ്ങളാ പഴം മേടിച്ച് തിന്നിരിക്കും. ഇതാണ് ഈ ഒരു ഡിഫറൻസ്. ഈ ഡിഫറൻസ് ഉണ്ടായത് ഈ 40,000 വർഷത്തിൻ്റെ മുമ്പുണ്ടായിട്ടുള്ള ഒരു ജനിതക മാറ്റത്തിലൂടെയാണ് എന്നാണ് ഹാരാരി പറയുന്നത്, സയൻസ് പറയുന്നത്. കൃത്യമായിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞ ഈ മ്യൂട്ടേഷൻ ആയിരിക്കും ഭാവിയിൽ നമ്മുടെ ലോകത്തിനെ നശിപ്പിക്കാൻ പോകുന്നത്. കാരണം ഭാഷയും പിന്നീടുണ്ടാക്കിയ കഥകളും ഇവിടെ വളരെ കുറച്ച് മനുഷ്യരല്ലേ ഉള്ളൂ. അതേസമയം കഥകൾ പറയുന്ന കഥകളിൽ ദൈവരെ വെച്ച് ആരാധിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയി നോക്കിയാൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും നമുക്ക് നമ്മുടെ യജ്ഞം തുടർന്നുകൊണ്ടിരിക്കാം, അതേ നിവർത്തിയുള്ളൂ. മറ്റൊരു ക്വസ്റ്റ്യൻ, വേട്ടയാടി നടന്നിരുന്ന കാലത്ത് നമുക്ക് ഏത് വിധത്തിലുള്ള കുടുംബഘടനയാണ് ഉണ്ടായിരുന്നത്? ക്രമം. പിന്നെ ഒരു പുരുഷന് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന ക്രമമായിരുന്നോ? ഇനി വേറൊന്നും കൂടിയുണ്ട്, പുരുഷ മേധാവിത്വത്തെ അംഗീകരിക്കാത്ത ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. എത്ര പേര് സമ്മതിക്കുന്ന അറിയില്ല. എന്തായാലും
ഞങ്ങൾ കുറേ സ്ത്രീകളൊക്കെ അങ്ങനെ അങ്ങോട്ട് പുരുഷൻ്റെ മേധാവിത്വം മുഴുവനും പൂർണ്ണമായിട്ടും പറ്റില്ല, നമുക്ക് തുല്യത വേണമെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലുണ്ടായ അഭ്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ പേര് പറഞ്ഞിട്ടാണ്, കാര്യം അതല്ലായിരുന്നു നമുക്കറിയാം. എന്തായാലും അപ്പോൾ ഈ സ്ത്രീ പുരുഷ തുല്യത ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണോ? അതിനെക്കുറിച്ച് ഹരാരി എന്താ പറയുന്നത്? ആദ്യം പറഞ്ഞത് പുരുഷന് ഒരു സ്ത്രീ എന്നുള്ളതാണോ? പിന്നെ എന്തായിരുന്നു കുടുംബക്രമം ആ കാലത്ത്? അതിപ്പോൾ ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ അല്ലായിരുന്നു എന്ന് നമ്മൾ ഈ പുരാതന കാലത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മളൊരു കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത്. അങ്ങനത്തെ ഒരു കുടുംബഘടനയിലല്ല നമ്മളുടെ പൂർവികർ ജീവിച്ചത്. ആരെങ്കിലും അങ്ങനെ ജീവിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാം. കാരണം നമ്മൾ ഒരു കാലഘട്ടത്തിലെ ജീവിതത്തെ ഇത്രയും മനുഷ്യരുടെ ജീവിതത്തെ ഒരൊറ്റ ഇക്വേഷനിൽ ഒതുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ശ്രീരാമനും സീതയൊക്കെ ഉണ്ടാവാം വല്ലപ്പോഴും അപൂർവമായിട്ട്. ശരിക്കും ഉണ്ടായിട്ടുള്ളത് ഒരു കൂട്ടം സ്ത്രീകൾക്ക് ഒരു കൂട്ടം ഭർത്താക്കന്മാർ എന്നുള്ള രീതിയിലായിരുന്നു. കുട്ടികളെ ആ ഗ്രൂപ്പ് മൊത്തം നോക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഇന്ന ആൾക്ക് ഇന്ന മകൻ എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, എല്ലാവരുടെയും മകനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണോ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം നമ്മൾ ബേസിക്കലി ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് പിന്നെ അതൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓരോ ഗോത്രങ്ങളുടെ ഇപ്പോഴും ഹണ്ടർ ഗദറായിട്ട് ജീവിക്കുന്ന ചില ഗോത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, അവിടെയൊക്കെ പോയി പഠിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ് പല അച്ഛന്മാരുണ്ടായുള്ള ഗുണം എന്നാണ് അവർ പറയുന്നത്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലുള്ള ക്വാളിറ്റിയാണ് ഒരു ഗോത്രത്തിൽ. ഒന്ന് വേട്ടയാടാനുള്ള കഴിവ്, രണ്ട് കഥ പറയാനുള്ള കഴിവ്. അപ്പോൾ നിങ്ങൾ വേട്ടയാടാൻ കഴിവുള്ള ആളാണ് ഒരു പെണ്ണിൻ്റെ ഭർത്താവ് എന്ന് വിചാരിക്കുക. ആ കഴിവ് മാത്രമേ കിട്ടുള്ളൂ. അവരുടെ ധാരണയാണ്. എല്ലാ കഴിവും കിട്ടണമെങ്കിൽ എല്ലാതരം പുരുഷന്മാരുമായി ഇണചേരണം എന്നാണ് അവരുടെ ലൈൻ. അപ്പം നല്ല കുട്ടികളുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ എത്രമാത്രം പുരുഷന്മാരുമായിട്ട് ഒരു സ്ത്രീക്ക് ബന്ധമുണ്ടോ അത്രയ്ക്കും കഴിവുള്ളവനായിരിക്കും കുട്ടി എന്നാണ് അവർക്ക് ഇത്. അപ്പോൾ പിന്നെ നമുക്ക് അവർ ഏകദാമ്പത്യത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. എന്നാൽ അപൂർവമായി അങ്ങനെ അല്ലാത്തവരും ഉണ്ടാകാം. ഇപ്പം നമ്മൾ രാമായണം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു കൃതിയാണല്ലോ. 2000 വർഷത്തിൻ്റെ ഒരു പഴക്കേ നമുക്ക് കാണാൻ കഴിയുള്ളൂ രാമായണത്തിൽ. ഈ 2000 വർഷമുള്ള കാലത്ത് പോലും ശ്രീരാമൻ സീതയും ഒത്തു മാത്രമാണ് ജീവിക്കുന്നതായിട്ട് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. എന്താ, ശ്രീരാമൻ്റെ അച്ഛൻ ഭയങ്കര സ്ത്രീലമ്പടനായിരുന്നു. സ്ത്രീയോടുള്ള താല്പര്യം കൊണ്ട് മകനെ കാട്ടിൽ പറഞ്ഞയച്ച ആളാണ് അയാൾക്ക് കൃത്യമായിട്ട് 3 ഭാര്യമാരോ മറ്റോ ഉണ്ടായിരുന്നു. പിന്നെ അന്തപുരത്തിൽ വേറെ സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ ശ്രീരാമൻ എന്ന് പറയുന്ന ആളുടെ കാര്യത്തിൽ പോലും നമ്മൾ നോക്കുമ്പോൾ ഇത്രയധികം ആളുകളെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപൂർവമായി ചിലപ്പോൾ ഒക്കെ ഉണ്ടാവാം എന്ന് മാത്രം. അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. പിന്നെ സ്ത്രീ പുരുഷ മേധാവിത്വവുമായിട്ട് ബന്ധപ്പെട്ട് ഹരാരിയുടെ അഭിപ്രായം, പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് പണ്ട് രാജഭരണം ഉണ്ടായിരുന്നില്ലേ, ഫ്യൂഡലിസം ഉണ്ടായിരുന്നില്ലേ, അടിമത്തം ഉണ്ടായിരുന്നില്ലേ, അതുപോലുള്ള ഒരു കഥയാണത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉണ്ടാക്കിയ കഥയാണ് പുരുഷ മേധാവിത്വം, അല്ലാതെ അത് മാറ്റാൻ കഴിയാത്തതല്ല. എങ്ങനെയാണോ 1789 ഫ്രാൻസിലെ ജനങ്ങൾ ഒരു കാര്യം ചിന്തിച്ചത്, എന്താണ് അവർ ചിന്തിച്ചത്? അതുവരെ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ വിചാരിച്ചിരുന്നത് രാജാധികാരം ദൈവദത്തമാണ് എന്നാണ്. പക്ഷേ 1789 ഫ്രാൻസിൽ പുതിയൊരു കഥ വരികയാണ്. മനസ്സിലായില്ലേ? ആ കഥ വേറൊന്നുമല്ല, നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ പറയാറുള്ള പോലെ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, ഈ 3 കഥ പുതിയ കഥ വന്നപ്പോൾ ആ പഴയ കഥ പിന്നെ അവിടെ അവസാനിക്കുകയാണ്. അതുപോലെ നമ്മൾ പുതിയ കഥകളുമായിട്ട് വരുമ്പോൾ ഈ പഴയ കഥ പോവും എന്നാണ് ആൾ പറയുന്നത്. സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഇന്ന് പറയുന്ന ഒരു കാരണങ്ങളും ശരിയല്ല എന്ന് പുള്ളി പറയുന്നു. ചിലർ പറയുന്നു പുരുഷന് മേധാവിത്വം ഉണ്ടാവാനുള്ള കാരണം വർഷങ്ങളായിട്ട് അവരുടെ ശരീരക്കരുത്തിൻ്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ ഹരാരി പറയുന്നത്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ പറയുന്നത്, ഹരാരി പറയുന്നത് പറയണ്ട, നമുക്ക് കരുത്തിൻ്റെ പേരിലല്ല അധികാരം ഉണ്ടാവുന്നതെന്ന് നമുക്ക് കാണാം. 85 വയസ്സായ പിണറായി വിജയനും 75 വയസ്സായ നരേന്ദ്രമോദിയും അവരുമാണ് ഭരിക്കുന്നത്, നമുക്കറിയാം. പക്ഷേ കരുത്തിൻ്റെ പേരിലാണെങ്കിൽ ഇവല്ല ജിമ്മ് നടത്തുന്ന ആൾക്കാർ വേണ്ടേ ഭരിക്കാൻ?
അങ്ങനെയല്ല, അതിന് കഴിയുന്നത് കഥയുടെയാണ് പ്രശ്നം. അങ്ങനെ ഒരു നമ്മൾ പറഞ്ഞു പഠിപ്പിച്ച ചില കഥകളാണ് ഇതിൻ്റെ പ്രശ്നം. അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാചകം, പരിണാമം നമുക്ക് ഈക്വാലിറ്റിയാണ് തരുന്നത്, പക്ഷേ നമ്മുടെ സംസ്കാരമാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. നമ്മളുണ്ടാക്കിയ സംസ്കാരമാണ് സ്ത്രീക്ക് തുല്യ പദവി ഇല്ലാതാക്കിയത്. അവരുടെ കൈക്കരുത്തോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയുടെ ശക്തിയുടെ കുറവുകൊണ്ടല്ല. ശബരിമലയിലേക്ക് പോകാൻ സ്ത്രീകൾക്ക് ആരോഗ്യമുണ്ട്, കഴിവില്ലേ? ശബരിമലയിൽ പോകാൻ അവർക്ക് ആരോഗ്യമുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ന് നിലനിൽക്കുന്ന സംസ്കാരമാണ് അവർ പോകരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ. ഇതൊരു പഴയകാല ആചാരങ്ങളാണ്, ഇതൊക്കെ പഴയ കാലത്ത് ഉണ്ടാക്കിയ കഥകളാണ്. പുതിയ കഥകൾ വരുമ്പോൾ, പുതിയ കഥകൾക്ക് സമൂഹത്തിൽ പ്രാമുഖ്യം കിട്ടുമ്പോൾ പഴയ കഥകൾ ഇല്ലാതായിക്കോളും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലും സ്ത്രീകളെ കാണുന്നത്. പല ജോലികളിലും പണ്ട് കണ്ടിരുന്നില്ല, ഇന്ന് നമ്മൾ പല ജോലികളിൽ കാണുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുന്നിടത്ത് കാണുന്നു, KSRTCയിൽ കാണുന്നു, ഡ്രൈവർമാരിൽ കാണുന്നു. എല്ലായിടത്തും നമ്മൾ സ്ത്രീകളെ കാണുന്നതിൻ്റെ കാരണം ഇതാണ്. സംസ്കാരമാണ് മനുഷ്യനെ എന്തിനെ വിലക്കുന്നത്. പരിണാമം നമ്മളെ ഫ്രീ ആക്കി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ എന്ന് പറയാല്ലേ. എനിക്ക് അതിൽ ഇതൊന്നുമില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ കഥ മറക്കല്ല ചെയ്യുന്നേ. മറന്നുപോയ പഴയ കഥകളെ പുറത്തേക്ക് എടുത്ത് ഇപ്പോൾ പുതിയ കഥയാക്കി കൊണ്ടുവന്ന് വീണ്ടും സ്ത്രീയെ, ദളിതരെ, താഴ്ന്ന ജാതിയിൽ താഴ്ന്ന എല്ലാവരെയും. ഞാൻ ഇന്ന് കാലത്ത് ആലോചിക്കുമായിരുന്നു, നമ്മളൊരു ഡെലിവറി റൂമിൽ കൊണ്ടുപോയി 1000 കുട്ടികളെ കിടത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവരെ എല്ലാവരെയും നമുക്ക് ബ്രാഹ്മണന്മാരാക്കിക്കൂടാ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പം പ്രസവിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഒരു വ്യത്യാസമില്ല. അല്ലെങ്കിൽ അവരെല്ലാം നമ്മുടെ പുലയരോ പറയരോ അങ്ങനെ ആരെങ്കിലും ആവട്ടെ, എന്താ കുഴപ്പം അതുകൊണ്ട് എന്ന്. ഇത് ഞാൻ ചോദിക്കാൻ പോയാൽ പിന്നെ എനിക്ക് കഞ്ഞി ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും ഈ പറയുന്ന സ്ഥാനങ്ങളൊന്നും നമുക്ക് കിട്ടുന്നൊന്നുമില്ല. നമുക്ക് വാദിച്ചുകൊണ്ടിരിക്കാം. ഓരോ കാലഘട്ടത്തിലൊന്നും മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വേറൊരു രസകരമായിട്ടുള്ളൊരു കാര്യം ഹരാരി പറഞ്ഞിരുന്ന വായിച്ചത്, നമ്മുടെ ന്യൂജൻ ടീം തപാൽ വഴി അയച്ച ലവ് ലെറ്റർ തപ്പി നടക്കുന്ന ചരിത്രകാരൻ്റെ അവസ്ഥ. ന്യൂജൻ ടീം ഒരു ലവ് ലെറ്റർ തപാൽ വഴി അയക്കുമെന്ന് നമുക്ക് ഇനിയിപ്പോൾ സങ്കല്പിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയാണ് ശിലായുഗ പൂർവികൻ്റെ പള്ളി തപ്പി നടക്കുന്നവനും. അതായത് ശിലായുഗ മനുഷ്യരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയായിരുന്നു, ഗോത്രകാല മനുഷ്യർ തമ്മിലെ യുദ്ധങ്ങൾ, പ്രകൃതി അവരുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ എന്താണെന്ന് ഈ ഒരു ഇതിൽ പറയാമോ? എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ തോന്നുന്നു. കാരണം 1 മണിയായി. ഞാൻ പറഞ്ഞല്ലോ 1 മണിക്ക് നിർത്താമെന്ന്. ഇതിപ്പോൾ ഇത് ഈ ചോദ്യങ്ങളൊന്നും നമുക്ക് തീരുന്ന ചോദ്യങ്ങളല്ല. നമുക്ക് പിന്നീട് വേറെ ദിവസം ചോദിക്കാം. പിന്നെ വീഡിയോയിൽ ആൾക്കാർക്ക് കാണാമല്ലോ. ഞാൻ അനൗൺസ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ഹരാരി പറയുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ന്യൂജൻ പിള്ളേരുടെ ലവ് ലെറ്റർ തപ്പിയിട്ട് നമ്മൾ വല്ല പോസ്റ്റ് ബോക്സിലെ ലവ് ലെറ്റർ നോക്കി നടന്നൊരു കാര്യമില്ലാണ്. അങ്ങനെയല്ലേ പറഞ്ഞ വാക്ക്? അതായത് ന്യൂജൻ പിള്ളേർ എഴുതുന്ന പ്രണയലേഖനങ്ങൾ കാണുന്നതിന് വേണ്ടി നമ്മൾ പോസ്റ്റ് ബോക്സ് നോക്കിയാൽ കിട്ടില്ല. അതുപോലെയാണ് ശിലായുഗത്തിലെ മനുഷ്യരുടെ ഭാവനകളും അവരുടെ പ്രണയമൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് എന്നാണ് പറയുന്നത് പുള്ളി. അവരുടെ പള്ളി, അവരുടെ പ്രണയം, അവരുടെ ജീവിതമൊക്കെ നമ്മൾ അന്വേഷിച്ച് ഒന്നും കിട്ടില്ല. ആകെ നമുക്ക് കിട്ടുക എന്താണെന്നറിയോ? ശിലകൾ മാത്രമാണ് കിട്ടുക. നമുക്ക് അന്വേഷിച്ച് നടക്കുന്ന ഒരു ആർക്കിയോളജിസ്റ്റ്, ഒരു നരവംശശാസ്ത്രജ്ഞന് ആകെ നമ്മുടെ പഴയ കാലത്ത് നിന്ന് കിട്ടുന്നത് ശിലകൾ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ശിലായുഗം എന്ന് വിളിക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഈ ശില അവർ വളരെ കുറവേ ഉപയോഗിച്ചിട്ടുള്ളൂ. അവരൊരു കോടാലി ശില കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ അതിലധികവും ഉപയോഗിച്ചിട്ടുണ്ടാവുക തടിയാണ്. തടിയുടെ അറ്റത്ത് പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ശില ഉപയോഗിച്ചുള്ളത്. അപ്പോൾ ആ പിടി എവിടെ പോയി? പിടി തടിയായിരുന്നു. അത് കാലങ്ങൾ വന്നപ്പോൾ അത് ജീർണിച്ചു പോയി, നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മുടെ പുരാവസ്തുക്കാർക്ക് ആകെ കിട്ടിയത് തടിയായതുകൊണ്ടാണ് തടിയുഗം എന്താ പറയുന്നത്, ശിലായുഗം എന്ന് പറയുന്നത്. ശരിക്കും തടിയുഗം എന്നാണ് പറയേണ്ടത് എന്നാണ് ഹരാരി പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയൊക്കെ ജീവിച്ചു,
അവർക്ക് പള്ളി ഉണ്ടായിരുന്നോ ചോദിച്ചാൽ അവർക്ക് വിശ്വാസങ്ങളുണ്ടായിരുന്നോ? അവർക്ക് വിശ്വാസങ്ങളുണ്ടായിരുന്നോ എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ ബൈബിൾ തപ്പണ്ടേ? അവർക്ക് ഏതെങ്കിലും ഒരു ബൈബിളോ ഖുറാനോ നമുക്ക് കാണാനില്ലല്ലോ. അവരെന്തെങ്കിലും വല്ല റോക്കിൽ എഴുതി വെച്ചാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. അത് നമുക്ക് വായിക്കാൻ അറിയണം അവരെഴുതി വെച്ച എന്താണ് സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. അവർക്ക് വിശ്വാസങ്ങളുണ്ടായിരുന്നു. അത് നമ്മളെങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് വെച്ചാൽ, സുൻഗീർ എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യയിലെ ഒരു ഈ മനുഷ്യരെ സംസ്കരിച്ച ഒരു സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഒപ്പം സംസ്കരിക്കപ്പെട്ടിരുന്ന എന്തൊക്കെയാണ് അവർ സംസ്കരിക്കപ്പെട്ടിരുന്നത് നമ്മൾ നോക്കുന്നു. അങ്ങനെയുള്ളത് അതിൻ്റെ ഒപ്പം കണ്ടെടുക്കുന്ന ഇന്ന് നിലനിൽക്കുന്ന ചില സാധനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നു ഇവർക്ക് ഇന്ന വിശ്വാസങ്ങളുണ്ടായിരുന്നു. മുത്തുമണികൾ പോലെ അവർ മാമത്തിൻ്റെ കൊമ്പുകൾ നുറുക്കി ഭംഗിയായിട്ട് ആഭരണം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ കല ആഭരണ നിർമ്മാണമാണ്. 30,000 വർഷം മുമ്പ് മനുഷ്യർ ആഭരണം നിർമ്മിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ടുള്ള കലയുള്ളൂ. ആഭരണമാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഈ കൊമ്പുകൾ കൊണ്ട് അവരുണ്ടാക്കിയത് നമ്മൾ കാണുന്നു. അപ്പോൾ അവർക്ക് ഭാവനയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും അവർക്ക് ഭാവനയുണ്ട്. അവരുടെ ലവ് ലെറ്റർ നമുക്ക് തപ്പാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, അവർക്ക് കഴിയില്ല. നമ്മൾ ഇന്ന് എങ്ങനെയാണോ ഒരു ന്യൂജൻ യുവമിഥുനങ്ങളുടെ ലവ് ലെറ്റർ തപ്പാൻ പോകുന്നത്, അത് തപ്പണമെങ്കിൽ നമ്മൾ ഇമെയിൽ തപ്പണം, വാട്സപ്പ് തപ്പണം. അതുപോലെ ഇവിടെ തപ്പാനൊന്നുമില്ല, യാതൊരു നിവൃത്തിയില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും അവരും കഴിഞ്ഞിരുന്നത് വിശ്വാസങ്ങൾ കൊണ്ട് തന്നെയാണ്. നമുക്ക് കിട്ടിയുള്ള എല്ലാ തെളിവുകളിലും അവരുടെ വിശ്വാസങ്ങൾ വളരെ പ്രകടമാണ്. ഇപ്പോഴുള്ള വിശ്വാസങ്ങളല്ല എന്ന് മാത്രം. അവരുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അവർ കൺമുന്നിൽ കാണുന്നതിന്, അതേപോലെ അതിലൊക്കെ ഓരോ ദൈവികത്വം ആരോപിച്ചുകൊണ്ട് പുഴകൾ, മലകൾ, പാറകൾ, ഇതൊക്കെ വിശുദ്ധ പാറകൾ, അതിനൊക്കെ ആത്മാവുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലുള്ളൊരു വിശ്വാസമായിരുന്നു അവർക്ക്. അതിനെ പറയാം അനിമിസം എന്നാണ്. അത് തന്നെയാണ് വളരെ കാലങ്ങളായിട്ട് അവർ കൊണ്ടു നടന്നത്. ആ വിശ്വാസമാണ് പിന്നീട് വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് പിന്നീട് മാറുന്നത്. അത് കാര്യത്തിലൊന്നും യാതൊരു തർക്കവും ഇന്നത്തെ കാലത്തില്ല. ഇതാണ് നമ്മൾക്ക് പറയാനുള്ളത്. അന്നത്തെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ ആ പ്രകൃതിയെ അവർക്ക് വളരെ ആവശ്യമായിരുന്നു. പ്രകൃതിയോട് മല്ലിട്ടിരുന്നു. പ്രകൃതിയിൽ നിന്ന് അവർക്ക് പലതും നേടണമായിരുന്നു. അപ്പോൾ ആ പ്രകൃതിയെ അവർക്ക് ആരാധിക്കാനായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഈ ദേവാലയങ്ങളിൽ പുരോഹിതർക്ക് ആവശ്യമുണ്ട്. കാരണം അവർക്ക് സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മളെപ്പോലുള്ളവരെ പറ്റിച്ച് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് അത് വിശ്വസിക്കാൻ തയ്യാറാവുന്ന മനുഷ്യർ അതിൽ പെട്ടുപോകുന്നു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമുക്ക് നമ്മുടെ അടുത്തുള്ള മനുഷ്യരോടെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് നിങ്ങൾക്ക് ദൈവം എന്ന സങ്കല്പം തരുന്നത് എന്നുള്ളത്. അത് സത്യത്തിൽ സത്യസന്ധമായി ആലോചിച്ചവർക്ക് മനസ്സിലാവും ഇതൊരു സങ്കല്പം മാത്രമാണെന്നും അതിൽ നിന്ന് വേറൊന്നും കിട്ടുന്നില്ല എന്നുള്ളതും. അപ്പോൾ ഇവിടെ ഇത്രയും നേരം ഇനി കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഹരാരിയുടെ ബുക്ക്, സജീവൻ എഴുതിയ ബുക്ക് വായിച്ചപ്പോൾ ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ആദ്യം ഞാൻ ഹോമോസാപ്പിയൻസോ എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നീട് അത് ഓരോ ചാപ്റ്ററും വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. ഹരാരിയുടെ ആ ഇതും ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. ഈ പുസ്തകം തീർച്ചയായിട്ടും വായിക്കുകയും വല്ല വായനശാലകൾ അല്ലെങ്കിൽ കുട്ടികളുടെ ലൈബ്രറിയിലേക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. കുട്ടികളാണ് ഇത് വായിച്ച് മനസ്സിലാക്കി നാളത്തെ അന്ധവിശ്വാസമില്ലാത്ത മനുഷ്യരായിട്ട് വളരുകയും ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതായിരിക്കുന്നു. ഇത് വല്ലാതെ ബോറടിപ്പിച്ചില്ല എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എവിടെയെങ്കിലും രേഖപ്പെടുത്താനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വെച്ചേക്കണം. എങ്കിലാണ് കൂടുതൽ മെച്ചപ്പെടുത്താൻ എനിക്ക് സാധിക്കുള്ളൂ. നേരത്തെ പറഞ്ഞു നമ്മുടെ മാഡം ചോദിച്ച സമയത്ത് ഒരു പുരുഷന് ഒരുപാട് സ്ത്രീകളോ അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയോ എന്നുള്ള ആ വിഷയത്തിനെ കുറിച്ചാണ് പണ്ട് ഗോത്രത്തിൽ പറഞ്ഞത്. അപ്പോൾ സാറ് പറഞ്ഞു അത് നമ്മുടെ സയൻറ്റിഫിക്കലി തെറ്റെന്ന് തോന്നിയുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു സ്ത്രീ 10 പുരുഷന്മാർ 50 പുരുഷന്മാരുടെ കൂടെ വേഴ്ച നടത്തിയാൽ പോലും ഒരൊറ്റ ബീജമല്ലേ കുഞ്ഞിനെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ആ ബീജം ഉൽപ്പാദിക്കുന്ന ആളിൻ്റെ ക്വാളിറ്റി മാത്രമല്ലേ കുഞ്ഞിൽ കാണുള്ളൂ. സാറ് പറഞ്ഞത് അങ്ങനെയല്ല. ഈ ഒരുപാട് പേരോട് വേഴ്ച വരുമ്പോൾ അവരിലുള്ള നല്ല ഗുണങ്ങളെല്ലാം ഉള്ള കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചത്. അയ്യോ, അത് വളരെയധികം തെറ്റിദ്ധരിച്ചു പോയി നിങ്ങൾ. ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഹണ്ടർ ഗേദറർ ആയിട്ട് ജീവിക്കുന്ന വംശങ്ങളിൽ ഉള്ള അഭിപ്രായമാണ് അവരുടെ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക, കേൾക്കൂട്ടാ. അവരുടെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പോഴത്തെ സയൻസ് പറയുന്നത് അതല്ലല്ലോ, നിങ്ങൾ പറഞ്ഞതാ പറയുന്നത്. ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഹണ്ടർ ഗേദറേഴ്സ് ഇത്തരം കാര്യങ്ങളെ കണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ആർക്കിയോളജിസ്റ്റുകൾ അവരുടെ ഈ ഇത്തരം ഗോത്രങ്ങളിൽ പോയി താമസിക്കും.
താമസിച്ച് അവരായിട്ട് ഇടപഴകിയിട്ട് അവരിൽ നിന്ന് എങ്ങനെയാണ് അവരിതിനൊക്കെ കാണുന്നതെന്ന് അവർ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടിയ ഒരു അറിവാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മുടെ അറിവറിയാലോ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഒരു യുക്തിവാദി സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ അല്ലേ? ശരി. ഈ ഇക്വാലിറ്റിയും പിന്നെ ഈ പറഞ്ഞ പോളിഗാമിയും ഹെറ്റമോണോഗാമി ഇതും എല്ലാ കാലത്തും തർക്ക വിഷയം തന്നെയാണ്. അതിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഏതെങ്കിലും ഒന്നും നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിവാഹം മോശമാണെന്ന് പറയാൻ പറ്റുമോ, ലിവിങ് ടുഗദർ നല്ലതാണെന്ന് പറയാൻ പറ്റുമോ, ഒന്നും പറയാൻ പറ്റില്ല. അതിങ്ങനെ നിരന്തരം പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ട് നല്ലൊരു ജനത ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനിയുണ്ടോ? ഈ സയൻസ് വഴി പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? പുതിയ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനമാണ് നമ്മളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളെ പഠിപ്പിക്കുക, എങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കാനും അറിവുണ്ടാക്കാനും കഴിയുമെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ആളുകളെ പഠിപ്പിക്കുക, മാക്സിമം നമുക്ക് പഠിപ്പിക്കാനേ കഴിയുള്ളൂ. പിന്നെ മൈത്രേയൻ്റെ ഒരു സെഷൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ചില പ്രായോഗിക പദ്ധതികളൊക്കെ ഇതിനെ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം പറയും, ചോദിച്ചാൽ മതി. 40,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്ക് ഇമാജിനേഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ആ ബുക്കിലുണ്ടോ, അതോ അല്ലെങ്കിൽ അതിനൊരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ടോ? നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇമാജിനേഷൻ മനുഷ്യർക്ക് അത് എന്തിനാണ് ഇവോൾവ് ചെയ്ത് കിട്ടിയത്? ഒരു ലക്ഷ്യത്തിനായിട്ട് അല്ല ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത്. മ്യൂട്ടേഷൻ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. നമ്മളുടെ ജീനുകളുടെ ഒരു ഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ഘടനയാണെങ്കിലും അത് അടുക്കി വെച്ചിരിക്കുന്നത്, ആ അടുക്കുകൾ അത് കോപ്പി ചെയ്യുമ്പോൾ അതിൻ്റെ ആവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വ്യതിയാനം ഉണ്ടാവും. ഈ വ്യതിയാനം ഉണ്ടാവുന്നത് പല മനുഷ്യർക്കും എല്ലാ ജീവികൾക്കും വ്യതിയാനം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എല്ലാം സെലക്ട് ചെയ്യപ്പെടില്ല. ഒരു വ്യതിയാനം ഉണ്ടാകുന്നത് ആ ഗ്രൂപ്പിന് അതിജീവിക്കാൻ, കൂടുതൽ ഭക്ഷണം കിട്ടാൻ, അതിന് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു ഗുണം സമ്മാനിക്കുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഈ 40,000 വർഷം മുമ്പും അതിന് മുമ്പൊക്കെ മ്യൂട്ടേഷൻസ് വന്നിട്ടുണ്ട്. മ്യൂട്ടേഷൻസ് എപ്പോൾ വേണമെങ്കിൽ വരാം. ഈ മ്യൂട്ടേഷൻസ് വരുന്നത് സെലക്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്ന സാധനമുണ്ട്. അതാണ് ഡാർവിൻ പറയുന്ന പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്ന സംഭവം. ഈ പ്രകൃതി നിർദ്ധാരണ പ്രകാരം മാത്രമാണ് ഈ സാധനം സെലക്ട് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ സെലക്ട് ചെയ്യപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ അനുകൂലത, ഈ ഭാവന, അല്ലെങ്കിൽ ഈ സംസാരിക്കാനുള്ള കഴിവ്, അതുകൊണ്ട് നമുക്ക് മനുഷ്യൻ എന്നുള്ള രീതിയിൽ ജീവിക്കാനുള്ള, അതിജീവിക്കാനുള്ള, കൂടുതൽ ഭക്ഷണം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയപ്പോഴാണ് അത് നിലനിന്നത്. നമുക്ക് ഗുണം കിട്ടാത്ത ഒരു വ്യതിയാനവും നിലനിൽക്കില്ല. അതുകൊണ്ട് എന്തെല്ലാം വ്യതിയാനങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. നിലനിൽക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കുറച്ചുകൂടിയും ഈ AI ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുക, കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ജെമിനിനെ ഫോളോ ചെയ്താൽ മതി. ജെമിനി കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരും. മറ്റേ ചാറ്റ് GPT-യേക്കാളും നല്ലത് ജെമിനിയാണ്. ഇത്തരം സൂക്ഷ്മമായുള്ള ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുക നന്നായിരിക്കും. നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലൊരു സെക്ഷൻ കാഴ്ചവെച്ച സജീവൻ അന്തിക്കാടിനും രാജേശ്വരി മേഡത്തിനും നാസിക് നേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.